ഏറ്റവും പുതിയൊരു വാർത്ത ചൂരൽമലയിൽ നിന്ന് പരിശോധനയ്ക്കിടയിൽ തെരച്ചിലിനൊടുവിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. റമീസ്, എവിടെ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ആളിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരം? ഏത് പരിശോധനയിലാണ് ഇപ്പോൾ കണ്ടെത്തിയത്? ചൂരൽമല ബേലി പാലത്തിന് സമീപത്തുള്ള കെട്ടിടത്തിന് അടിയിലുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു രൂക്ഷമായ ഗന്ധത്തിന് പിന്നാലെ അവിടെ ഹിറ്റാച്ചി വെച്ചുള്ള പരിശോധനയിലാണ് ഈ ഒരു മൃതദേഹം കണ്ടത്. ഇതില് ഈ ഭാഗത്താകെയും തന്നെ ഉരുൾപൊട്ടലിന്റെ ഫലമായി പൂർണ്ണമായും വീടുകളും മറ്റും നശിച്ചുപോയ അവസ്ഥയാണ്. ഇവിടെ നിരവധിയായുള്ള ഇവിടെയുള്ള ആളുകളൊക്കെയും തന്നെ നേരത്തെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതുപോലെ തന്നെ ദുരന്തബാധിത മേഖലയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബെയിലി പാലത്തിന് സമീപം ഈ ഒരു അരുവിയുടെ തൊട്ടിപ്പുറത്തുള്ള കെട്ടിടത്തിന് സമീപത്ത് നിന്നാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ട് കിട്ടുന്നത്. ഇത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മറ്റും മണ്ണ് മാന്തിക്കൊണ്ട് കൂടുതൽ അതിന്റെ ആ ഒരു മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പുറത്തെടുത്തോ? നിലവിൽ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടെ JCBയും ഹിറ്റാച്ചിയും അടക്കം ഹിറ്റാച്ചിയും ഉപയോഗിച്ച് അതിന് മണ്ണ് മാന്തിക്കൊണ്ടും കോൺക്രീറ്റ് പാളികൾക്കടിയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കിടക്കുന്നതായി കണ്ടത്. ഒരു വീടിന്റെ അകമാണെന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സോഫ, അതുപോലെ തന്നെ ഒരു വീടിന്റെ ഉൾഭാഗത്ത് രണ്ടു നില വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായത് നശിച്ച ഒരു വീടിന്റെ അകത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ അകത്ത് തന്നെയാണ് സോഫയും മറ്റും ആ ഒരു പരിസരത്ത് കാണുന്നുണ്ട്. സന്നദ്ധ സേന വളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റും അവിടെ പരിശോധന നടത്തുകയാണ്. ബോഡി കിട്ടുന്ന അതൊരു ഇരുനില വീടായിരുന്നു. അത് മണ്ണ് നീക്കിയതിനു ശേഷമാണ് താഴെ നിലയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അങ്ങനെയാണോ? അതേ, ഈ വീട് പൂർണ്ണമായും ഈ ഒരു ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചതായാണ്. ഇതിന്റെ പരിസരത്ത് മറ്റു വീടുകളുണ്ട്. ഇതിന്റെ താഴ്ഭാഗം മുഴുവൻ ചളി മൂടി കിടക്കുകയാണ്. ഈ പരിസരത്തെ വീടുകളിലൊക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ, അതായത് ഇതിന്റെ ഒരു പ്രഥമ രൂപം നമ്മൾ ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്നത് വീടിന്റെ ഉൾഭാഗത്താണ് ഈ മൃതദേഹം കിടക്കുന്നത് എന്നാണ്. കാരണം വീടിന്റെ ഉൾഭാഗത്തായുള്ള സോഫ, അതുപോലെ തന്നെ മറ്റ് വീട്ടുപകരണങ്ങളൊക്കെയും തന്നെ ഈ JCB എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് പാളികൾക്ക് അടിയിൽ നിന്നാണ്. അപ്പോൾ മണ്ണ് മാന്തി എടുത്തുകൊണ്ട് മാറ്റിയിട്ട് വേണം ഈ ഒരു പരിശോധന നടത്താൻ. ഇപ്പോൾ ആ ഒരു മൃതദേഹം, അതായത് JCB മണ്ണ് ഈ തകർന്ന വീടിന്റെ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കിയപ്പോഴാണ് കണ്ടത് ഈ മൃതദേഹം. അതെ, വീടിന് പരിസരത്തൊക്കെയും തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേൽഭാഗങ്ങളിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഏകദേശം 90% നമ്മൾ ഇവിടെ രക്ഷാദൗത്യ സംഘം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി മണ്ണ് മാന്തിയുള്ള പരിശോധനയാണ്. അപ്പൊ ആ ഒരു പരിശോധന. ശരി, റമീസ് ആണ് ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.